4 അവറിലെ SMA വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3308, 3307. ഇപ്പോൾ സ്വാഭാവികമായിട്ടും RSI എല്ലാം അനുകൂലമായിട്ട് വന്നേക്കണ കാരണം നല്ല ഇനിയിപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന കൺസോൾട്ടേഷൻ ഒന്നും മാർക്കറ്റിൽ ഉണ്ടാവില്ല. ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്. 4 അവറിൽ അപ്പർ സൈഡാണ്, 1 അവറിൽ അപ്പർ സൈഡാണ്, 30 മിനിറ്റിൽ അപ്പർ സൈഡാണ്. ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് മാർക്കറ്റ് ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 15 മിനിറ്റ് കൂടെ ഉള്ളൂ ന്യൂസിൽ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും എൻ്റെ ട്രിഗർ പ്രൈസ് ഞാൻ ഒന്നും കൂടെ 3330 കയറ്റി വെക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഞാൻ ന്യൂസിൻ്റെ പുറകെ പോകുന്നില്ല. ഞാൻ ഈ ഒരു 4 മണിക്കൂറിൻ്റെ SMA മാത്രം നോക്കിയിരിക്കുന്നുള്ളൂ. 3307, 5 പോയിന്റ് കൂടെ കയറിയാൽ മതി ടാർഗറ്റിലേക്ക് എത്താനായിട്ട്. അങ്ങനെയാണ് നമ്മളൊരു ലോങ് ഹോൾഡിംഗ് ഒക്കെ ചെയ്തൊരു ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ വിശ്വസിക്കുന്ന ചാർട്ടിൽ കോൺസെൻട്രേഷൻ ചെയ്ത് ആ ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന പ്രോഫിറ്റ് അല്ല. നമ്മൾ ആ പ്രോഫിറ്റ് ലോസ് ആയിക്കോട്ടെ, അത് വിഷയമല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടൊരു ലെവലിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ലെവലുണ്ട്, അത് ഭയങ്കര വലുതാണ്. അവിടെ 3310 എന്നുള്ളത് ട്രിഗർ പോയിന്റ് ആണ്. 3312 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. ഓക്കെ, 3326 ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ RSIക്ക് പ്രാധാന്യമുണ്ട്. 3328 അടുത്ത കൺസോൾട്ടേഷൻ സോണാണ്. ഐ തിങ്ക് 3328 എത്തുമ്പോൾ മാക്സിമം കൊണ്ടുപോയി ട്രെയിൽ ചെയ്യാം. 3323 ട്രെയിൽ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. W പാറ്റേൺ കറക്റ്റ് ആവണമെങ്കിൽ 3328 മാർക്കറ്റ് ടച്ച് ചെയ്യണം. ഓക്കെ, 3329 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ, ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ലൈവിലിരുന്ന് ട്രേഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലെവൽസ്, നിങ്ങൾക്ക് ഒരു ലോങ് ഹോൾഡിങ്ങിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ അറിയാനോ മറ്റുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം.